എപ്പോഴും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇപ്പോൾ നിലവിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രിസ്റ്റിൻ്റെ ചാമ്പിനാട്ടോ. അപ്പോൾ പ്രിസ്റ്റിൻ തന്നെ 2 ടൈപ്പ് വരാറുണ്ട്, ഒന്ന് ബ്ലൂവും ഒന്ന് പിങ്കും. അപ്പോൾ ഇതിൽ പിങ്ക് കളർ അതാണ് ചാമ്പ്യൻ, അപ്പോൾ അതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻറ്റഡ് റേറ്റ് വരുന്നത് 200 ആട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഡിഫറൻസിൽ കിട്ടാറുണ്ട് കേട്ടോ. ഈ ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് എയർ ബബിൾസോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവും. കാര്യം ചില ക്രീമുകളിൽ എയർ ബബിൾസ് ഒക്കെ വല്ലാണ്ട് വരുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ ചില ഫ്രണ്ട്സൊക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട്, ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് അത് ഭയങ്കരമായിട്ട് ഹാർഡാവുന്നു, അതേപോലെ എയർ ബബിൾസ് കയറുന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ എയർ ബബിൾസ് കയറുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം കുറച്ച് നമ്മുടെ ആ ഒരു എയർ ബബിൾസ് കയറിയ ക്രീമിലേക്ക് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ നോർമൽ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തത് കുറച്ച് കൂടി പോയി തോന്നുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആട്ടോ നമ്മൾ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.